മെറി ക്രിസ്മസ് എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഓൾമോസ്റ്റ് 4 years. എത്ര വർഷമായി? 2013 തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. മറ്റാരുമല്ല, എൻ്റെ ഫ്രണ്ട് നെജു ഭാരതം. ഒരു മിനിറ്റ്, ഇൻട്രൊഡ്യൂസിങ് നെജു ഭാരതം. സോ ഓക്കെ, അപ്പം നെജു ഇന്ന് അപ്പം എൻ്റെ അനീതിമാരാണ് റേച്ചലും ശ്രദ്ധയും. അപ്പം നെജു ഞങ്ങൾ ആദ്യം നെജുവിന് വേണ്ടി ഒരു വിഷ് യു മെരി ക്രിസ്മസ് പാട്ടാണ്. 1 2 നല്ല പാട്ട് ഏതെങ്കിലും ഒരു മിനിറ്റ് ഞാനൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ആ പാട്ട് നിങ്ങൾക്ക് പാടാനേ പാടും. ഏത് പാട്ട്? ഞാൻ ഒരു പാട്ട് ഡാഡി ലൈവാണ്. ഓക്കെ നെജു, ഒരു മിനിറ്റ് പാട്ട് നമുക്ക് മെരി ക്രിസ്മസ് അല്ല ജിംഗിൾ ബെൽസ് ആണ്. ജിംഗിൾ ബെൽ ഞാൻ Jesus Christ was born on Christmas Day. Daddy party Man will live forevermore because of Christmas Day. Okay. Thank you Daddy. നല്ല പാട്ടാണ്. അത് ഡാഡി ആട്ടോ പാടിയത്. ഞങ്ങളിങ്ങനെ ഏറ്റു പാടിയത്. ആക്ച്വലി ഞാൻ ലൈവ് വരാനുള്ള മെയിൻ കാരണം നെജുവിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. എൻ്റെ അടുത്ത് കുറെ നാളായിട്ട് അത് നെജു പറയുന്നുണ്ട്. സോ നെജു ഇന്ന് വന്നപ്പോൾ ഹി സെഡ് എനിക്ക് ജനങ്ങളോട് സംസാരിക്കണം. അപ്പൊ പേറിയെ പോലെ ഒരു വ്യക്തിയുടെ പേജിൽ നിന്ന് സംസാരിച്ചാൽ കുറച്ച് പേരെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇത് എൻ്റെ ലൈവ് അല്ല, നെജുയുടെ ലൈവാണ്. സോ നെജു സംസാരിച്ചോളൂ. കാത്തിരുത്തിരുത്ത് എന്ന് പറഞ്ഞ പാവം നല്ല സിനിമയെ നിങ്ങൾ തഴയാതെ ഒന്ന് പോയി കാണൂ 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 പ്ലീസ്. ആദ്യം കാപ്പിരിത്തുരുത്തിന്റെ കാര്യമല്ല, വേറെ പറയാം. കാപ്പിരിത്തുരുത്ത് അവര് കണ്ടു, നല്ല സിനിമയാണെന്ന് അവർക്കറിയാം. ഞാൻ എന്റെ സിനിമേനെ പ്രൊമോട്ട് ചെയ്യണ്ട. സിനിമയെ പ്രൊമോട്ട് ചെയ്യാതെ ഒരാൾ നല്ലതാണെന്ന് എത്രത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെക്കാട്ടും നല്ല സിനിമ നല്ലതാണെന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതേ പറഞ്ഞത്. സിനിമ നല്ല മനോഹരമായ സിനിമയാണ്. അത് മിസ് ചെയ്യല്. ഓരോ ദിവസവും ഓരോ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ചങ്ങാത്തം കൂടുക, അവർ നല്ല മനുഷ്യരാണോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കുക. അതാണ് ഓരോ സുഹൃത്തിനെയും ഓരോ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു ചെറിയ ക്രിസ്മസ് ആശംസകൾ. എൻ്റെ വക ഞാൻ നെജു ഭാരതം, നിങ്ങളുടെ സ്വന്തം നെജു ഭാരതം. നെജുവിന് ഞങ്ങളെ പോലത്തെ ഈ പെണ്ണുങ്ങൾ ഇനി 2-3 വർഷത്തിൽ ഞങ്ങൾ അവിടെ എത്തിക്കുള്ളൂ. ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങളോട് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ? നിങ്ങളെ വീട്ടിലാരും തന്നെ ഉപദേശിച്ചു പരിപാടിയിലാക്കി താങ്കൾ ഒരു ഇന്റർവ്യൂല് ജന ടിവിയിൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അത് ആസ്വദിക്കുക, മരണം വരെ ആസ്വദിക്കുക. എന്താണ് സ്വാതന്ത്ര്യം? ഫ്രീഡം ആശ്രയി. പിന്നെ ഞാനൊരു നെജുയുടെ അടുത്തൊരു കാര്യം നിൽക്കട്ടെ. ലാസ്റ്റ് ടൈം വന്നപ്പോ നെജുയുടെ മുടി മൊട്ടയടിച്ചു വെച്ചിരിക്കുന്ന ആളായിരുന്നു. ഇന്ന് എന്തിനാണ് ഇത്രയും മുടി വളർത്തുന്നത്? എനിക്ക് കാര്യം അറിയാം, പക്ഷെ എനിക്ക് നെജുയുടെ അടുത്ത് നിന്ന് ഒന്നുകൂടി കേൾക്കാനാണ്. ബിക്കോസ് ഇതൊരു ബ്യൂട്ടിഫുൾ റീസൺ ആണ് നെജുവിനെ പോലത്തെ ഒരാള് ഇത് ചെയ്യുന്നത്. നെജു പറഞ്ഞോളൂ. നെജുവിനെ പോലത്തെ ആളെന്നല്ല, ഇയാൾക്കും ചെയ്യാം. നട്ടെല്ലും തൻ്റെ ഉള്ള എല്ലാവർക്കും ചെയ്യാം. ക്യാൻസർ പേഷ്യൻസിന് വിഗ് ഉണ്ടാക്കാൻ നമ്മുടെ യഥാർത്ഥ മുടി കൊടുക്കണം. അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മുടിയും കൊണ്ട് ചെയ്താൽ അത് അധികകാലം നിൽക്കത്തില്ല. അപ്പം 4 വർഷം നമ്മൾ അത് വളർത്തണം. എന്നാലേ 12 ഇഞ്ച് വരത്തുള്ളൂ. 12 ഇഞ്ച് വന്നാലേ നമുക്ക് വെട്ടി 10 ഇഞ്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എത്ര നാളായി വളർത്തുന്നു? ഞാൻ 6 മാസം കൊണ്ട് ഇത്രയും മുടിയായി. അപ്പൊ 4 കൊല്ലം എത്രയും മുടിയായി. ഭയങ്കര
നെജു കുറെ എഴുതുന്ന ഒരാളാണ്, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ഒരാളാണ്, അത്രയില്ല, ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതും. ഞാനിപ്പോ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു, ചെറിയൊരു പുസ്തകം. ഞാൻ എങ്ങനെ ലോകത്തെ കാണുന്നു, നമ്മൾക്കെല്ലാം ഒരു കാഴ്ചപ്പാടുണ്ട്. താങ്കൾ കാണുന്ന പോലല്ല ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ ലോകം എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. താങ്കൾ ഓരോ ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ. പിന്നെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു എന്നാ പറയുന്നത്, മറ്റുള്ളവർക്കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടൊന്ന് ജീവിക്കാൻ പറ്റിയാൽ ഏറ്റവും ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നെജു ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്കിപ്പോ ഓർമ്മയുണ്ട്, നമ്മള് ആദ്യം അങ്ങനെ കുറെ പേര് ഒരുമിച്ച് നെജുവിനെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. നെജുവിന്റെ ഒരു ഫ്രണ്ടിന് വീൽ ചെയർ നെജു ആണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുറെ എന്നെയൊക്കെ വിളിച്ച് കുറെ പേര് എത്രയായിരുന്നു 1.5 ലക്ഷം രൂപ ബാംഗ്ലൂർ ഡേയ്സിലെ സെയിം പാർവതി യൂസ് ചെയ്ത് ബാംഗ്ലൂർ ഡേയ്സിലെ സെയിം വീൽ ചെയർ. അത് നെജുവിന് വേണ്ടിയല്ല, നെജുവിന്റെ ഒരു വേറൊരു ഫ്രണ്ടിന് തീരെ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. നമ്മളത് മേടിച്ചു കൊടുത്തതിന് ശേഷം ആ കുട്ടി സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ പോയി, സ്വന്തമായിട്ട് കടകളിൽ പോയി സാധനം പക്ഷെ അതിന് നെജു ആ ഒരു കാര്യം ചെയ്തതിന് ഒരു വലിയൊരു ഏറ്റവും ആദ്യം കൂടെ നിന്നത് കുട്ടിയുടെ അച്ഛനാണ്, എന്റെ ഡാഡിയാണ് ഏറ്റവും കൂടുതൽ നെജുവിനെ സഹായിച്ചത്. പിന്നെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ പടത്തിലെ നായികയുടെ കുടുംബവും ആ നായികയുമാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. പിന്നെ മാണി എന്ന നല്ല മനുഷ്യനും. എന്റെ അനിയത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് ഞാൻ അടുത്തറിഞ്ഞിട്ടില്ല പറയാം. ഞാൻ ഇന്നാള് 2 മിനിറ്റ് നിനക്ക് പിറന്നാൾ ആശംസകൾ എന്ന് മാത്രം വിളിച്ചിട്ട് രാത്രി 12 മണിക്ക് വിളിച്ച് പറഞ്ഞതാണ്. ആദ്യം ഞെട്ടിപ്പോയി ഫോൺ കേട്ട്. നെജുവിന് ഡേറ്റുകളൊക്കെ ഭയങ്കര ഓർമ്മയുള്ളവരാണ്. ഞാൻ കുറച്ച് ഡേറ്റ് എന്റെ ബർത്ത്ഡേ എന്നാ ഡേറ്റ് മെയ് 28. റേച്ചലിന്റെ ഡേറ്റ് 11 മാസം 10 നവംബർ 10 കറക്റ്റ് ആണ്. നമ്മൾ മീറ്റ് ചെയ്ത ദിവസം ലാസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ട്. അത് ഞാൻ പറയാം. 2015 മെയ് 13 ലുലു മാളിൽ വെച്ചിട്ട് വീഴ്ചയുടെ കാര്യം പറയാനാണ് അവിടുന്ന് ഇവിടെ വരെ വന്നത്. അതെ. നെജുവിന്റെ മനസ്സിൽ ഒരു നല്ലൊരു പെൺകുട്ടിയെ കാണുവാണെങ്കിൽ നെജുവിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അത് ഞാൻ പറയട്ടെ, ബിക്കോസ് ഇത് കാണുന്ന എത്രയോ പെൺകുട്ടികൾക്ക് നെജുവിനോട് ഇപ്പൊ ഒരു ചെറിയ പ്രണയമൊക്കെ തോന്നി കാണും. അവർക്ക് വേണ്ടി ഞാൻ പറയണ, നെജുയുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, അതും കൂടി നെജു ഇപ്പൊ പറയുന്നതായിരിക്കും. നെജു പറ അവരുടെ മനസ്സിലുണ്ട്. അതെന്താ പറയുന്നത്, എന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. എനിക്ക് പോകാൻ പറ്റാത്ത വഴികളിലൂടെ അവൾ എനിക്ക് വേണ്ടി സഞ്ചരിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ എന്നെ കല്ല് വലിച്ചെറിയത്തില്ലെങ്കിൽ ഞാൻ സത്യം പറയാം, എനിക്ക് ഈ സൗന്ദര്യ സങ്കല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം ഇതുവരെ നടക്കാഞ്ഞത്. ഇതിനിടയ്ക്ക് ഞാൻ 3 പെണ്ണ് കാണാൻ പോയി. ആ 3 പെൺകുട്ടികൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സത്യം പറയട്ടെ, എനിക്ക് ആ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടില്ല. അതിച്ചിരി അഹങ്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അല്ല, നമ്മളൊരു പെൺകുട്ടിയെ ലൈവായിട്ട് മോശമായിട്ട് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക് വേണ്ട. ആ കുട്ടികളുടെ എന്താണ് ഇഷ്ടപ്പെടാനുള്ളത് ആ ഒരു സബ്ജക്ട് ഇടാം. ഒരു പെൺകുട്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയും. പറഞ്ഞോളൂ. നിന്നെ എന്നോട് പറയുള്ളൂ. ഇല്ല, ഞാൻ എന്ത് പറയാം. 5 അടി 3 ഇഞ്ചിന് കൂടുതൽ പൊക്കമുള്ള എല്ലാ പെൺകുട്ടികൾക്കും സൗന്ദര്യം കൂടുതലുണ്ടെന്നാണ് എന്റെ ഒരു സങ്കല്പം. എനിക്ക് കറക്റ്റ് 5 അടി 2 ഇഞ്ച് 2 ഇഞ്ചേ ഉള്ളൂ. 1 ഇഞ്ച് കുറഞ്ഞു പോയി. അത് എന്റെ കുഴപ്പമില്ല. രണ്ടാമത്തെ പോയിന്റ് എന്നാ പൊട്ട് ആദ്യം മറന്നു. പൊട്ട് തൊടാൻ പാടില്ല. പൊട്ട് വെക്കാൻ പാടില്ല. അത്
എന്താ കാരണമുണ്ട്? അത് കാരണമുണ്ട്. ഒരു പെൺകുട്ടിയുടെ മനോഹാരിത ആ കുട്ടിയുടെ നെറ്റിയിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ സങ്കല്പമാണ്. അപ്പൊ ആ പൊട്ട് കൊണ്ട് ആ നെറ്റി മറച്ചു കളയുന്നു. അതുകൊണ്ട് പൊട്ട് വെക്കരുത്. പിന്നെ കുരിശിടാൻ പാടില്ല. പിന്നെ കൊലുസിടാൻ പാടില്ല. കൊലുസ് ധരിക്കരുത്. അത് എന്തുകൊണ്ടാണ് കൊലുസിട്ട? അത് നമ്മള് സ്വർണം എന്ന ആ പവിത്രമായ വസ്തുവിനെ മോശപ്പെടുത്തുവാണ്. കാലിലിടുന്നത് പവിത്രമായ വസ്തു ആയതുകൊണ്ടാണ് ഇത്ര വില വന്നത്. അതെ. അപ്പൊ അതിനെ നമ്മൾ മാനിക്കണം. പിന്നെ നെജുവിന് ഇനി വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ ആൾക്കാരോട്? ആൾക്കാരോട് എന്താ പറയാറ്? എനിക്ക് 1.5 വർഷത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സൈറ, ഞങ്ങളെല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത്. സൈറാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി 11:15 തൊട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ 2:15 നിർത്തുന്നില്ല. ഞാൻ നിർത്താറുണ്ട്. നെജു ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതിച്ചിരി മോശമായി. പിന്നെ അപ്പൊ ഞാൻ വിനയ് ഫോർട്ടിനെ മീറ്റ് ചെയ്തു. നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്ത നമ്മുടെ KV വേണു സാർ, അദ്ദേഹത്തിനെ കണ്ടു. പിന്നെ ഏതൊക്കെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്? ഏതൊക്കെ? ഒരു 3 ഡയറക്ടറിനെ മീറ്റ് ചെയ്യണം. 3 പേര് വേഗം പറ. ആഷിഖ് കപൂർ. പിന്നെ നമ്മുടെ എന്നാ ഇപ്പം ഞാനൊരു പടം പറഞ്ഞ എന്നാ പടത്തിന്റെ പേര് മഹേഷിന്റെ പ്രതികാരത്തിലെ ദിലീഷ് പോത്തൻ. എനിക്ക് ആ പടം ചങ്കാണ് ആ പടം. ചങ്ക് ബ്രോ. ഇനി അടുത്ത സിനിമ. അതില് താങ്കൾക്ക് ഏറ്റവും നല്ല റോള് തന്ന നമ്മുടെ രഞ്ജിത്തേട്ടൻ. പ്രേതമല്ല, ആ രഞ്ജിത്തേട്ടൻ. ഓക്കെ ശരി. ലോഹമൊക്കെ ചെയ്യും. നമ്മുടെ രഞ്ജിത്ത് സാറിനെ മീറ്റ് ചെയ്യണം എന്നുള്ളത്. 3 ഡയറക്ടേഴ്സ്. ഇനി 3 ഹീറോസിന്റെ പേര് മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള 3 ഹീറോസ്, സൂപ്പർ സ്റ്റാർസ് നമുക്ക് വിചാരിക്കാം എന്ന് പറയണം. പറഞ്ഞോളൂ. എനിക്ക് സൂപ്പർ സ്റ്റാർസ് അല്ല, എന്റെ മനസ്സിൽ നല്ല കഴിവുള്ള 3 പേരുണ്ട്. ആരൊക്കെയാണ്? അവരെ എനിക്ക് പരിചയപ്പെടണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് നമ്മുടെ നന്ദു ബ്യൂട്ടിഫുൾ നന്ദു. പിന്നെ ഉള്ളത് ഒന്ന് ഇന്ദ്രൻ ചേട്ടൻ. താങ്കളുടെ കൂടെ വർക്ക് ചെയ്ത ആഭ്യന്തരത്തിൽ വർക്ക് ചെയ്ത നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടൻ. പിന്നെ 3ാമത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പൊ ആരെ പറയും, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആവേശം മൂക്കുമ്പോഴെല്ലാം മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ അങ്ങനെ പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ നായകൻ ജയേട്ടനെ പറയാം. ജയേട്ടനെ ശ്രമിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല. ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അനുപേട്ടനെ പോയി കണ്ടു. പിന്നെയാണ് ഇനി നമ്മൾ മെയിൻ ഇതിലേക്ക് എത്താണ്. ഇഷ്ടപ്പെട്ട നായികമാർ. അത് 3 ഒതുങ്ങൂല എങ്കിലും നെജു പറഞ്ഞോളൂ. 3 നായികമാര് എനിക്ക് ശരിക്കും 3 നായികമാരല്ല, 2 നായികമാരാണ് ശരിക്കും. 3 പേരുണ്ടായിരുന്നാലും ഒരാളെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ആ പേര് പറയുന്നില്ല. 2 നായികമാര്, എന്റെ ചങ്കം എന്ന് പറയുന്ന 2 നായികമാരുണ്ട്. എന്നെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണം. രമ്യ നമ്പീശൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ കുട്ടി കത്ത് വായിച്ചുകൊണ്ടിരുന്ന, കൈരളിക്കകത്ത് കത്ത് വായിച്ചുകൊണ്ടിരുന്ന ഹലോ ഗുഡ് ഈവനിങ് കണ്ട കാലം മുതൽ പരിചയപ്പെടണം എന്ന ആഗ്രഹമുള്ള ഒരു കാലമാണ്. പിന്നെ നമ്മുടെ മീരാ ജാസ്മിന്റെ ഒരു പടമാണ് എന്നെ ഒന്നുകൂടെ ഈ പരുവത്തിൽ ഇവിടെ കൊണ്ടിരുത്തിയത്. അത് രാത്രി മഴ എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ ഡാൻസർ വിനീത് എന്നെ പോലെ പൂർണ്ണമായിട്ട് തളർന്നു പോയിട്ട് ആ കുട്ടി ഏറ്റെടുക്കുന്നതാണ് ആ കഥയുടെ, ആ സിനിമയുടെ കഥ. അത് അന്ന് മുതലാണ് ആ പടത്തിൽ മീരാ ജാസ്മിൻ 5 അടി 3 ഇഞ്ച് എന്നാണ് പറയുന്നത്. ഗുഡ് നൈറ്റ്. ഇത്രയും നേരം ഒന്നുമില്ല.
നിർത്തിയിട്ടില്ല. എന്റെ പുറത്തിന് തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ആ, അത് അതാണ്. അതുകൊണ്ട് തൽക്കാലം ഈ കൊല്ലം കണ്ടതുപോലെ സൈറ നെജുയുടെ ഫേസ്ബുക്ക് പേജ് നെയിം ഇസ് നെജു ഭാരത്. പേരല്ല, അത് പ്രൊഫൈലാണ്. പ്രൊഫൈലാണ് നെജു ഭാരത്. നെജു ഭാരത്. നെജുയുടെ ഷർട്ടിൽ എപ്പോഴും ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഇന്ത്യ ആണെന്നാണ് പറയുന്നത്, അല്ലാണ്ട് മലയാളി അങ്ങനെ ഒതുക്കപ്പെടാൻ അതല്ല, അതിന്റെ റീസൺ ഞാൻ കൃത്യമായി അതുകൊണ്ട് പറഞ്ഞുതരാം. നമ്മുടെ BCCI ഉണ്ടല്ലോ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്, അവര് ക്രിക്കറ്റ് കളി വെക്കുമ്പോൾ നമ്മുടെ പുക്കിളിന് താഴെ കൊണ്ടുവന്ന് ഇന്ത്യ എന്ന് എഴുതുകയും അവരുടെ സ്പോൺസേഴ്സിന്റെ പേര് കൊണ്ടുവന്ന് നെഞ്ചത്ത് എഴുതുകയും ചെയ്യും. അപ്പൊ അവർ കുഞ്ഞിരിക്കുമ്പോ ഇന്ത്യ കാണത്തില്ല. അപ്പൊ അതിൽ പ്രതിഷേധിച്ച് ഞാൻ എഴുതി തുടങ്ങിയാണ്. നെഞ്ചിൽ എഴുതണം ഇന്ത്യ, സ്പോൺസർ വയറിൽ മതി. അപ്പൊ അങ്ങനെ അവരിൽ പ്രതിഷേധിച്ച് ഞാൻ എഴുതി തുടങ്ങിയാണ്. സോറി, ഞാനിത് അറിഞ്ഞില്ല. ഞാൻ ഇതിനാണ് നെജു ഭാരത് എന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു റീസൺ പിന്നെ ഒരു കാര്യം, ജാതി മത ചിന്ത തിരിച്ച് ബാക്കിയുള്ള ഒരാളെ കാണരുത്. എല്ലാരും നമ്മുടെ ക്രിസ്തുദേവൻ പറയുന്നവർ എല്ലാരും അയൽവാസിയാണ്, അല്ലെങ്കിൽ എല്ലാരും സഹോദരി സഹോദരന്മാരാണ് എന്നും പറഞ്ഞ് സഹോദരി സഹോദരന്മാരാകുമ്പോൾ ആരും കല്യാണം കഴിക്കാതിരിക്കട്ടെ ആരോട് പറയാം. അപ്പൊ ആ ഒരു കാര്യം മാത്രം നെജു ഇനിയിപ്പോ ഫാൻസിന്റെ എണ്ണം അങ്ങോട്ട് കൂടൂട്ടോ. ഇങ്ങനെയെങ്കിലും രണ്ടുപേരും അറിഞ്ഞാ മതിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് എവരിവൺ. Good night. For the camera, കുറെ നേരമായിട്ട് he's നെജുയുടെ ഒരു മിനിറ്റ് ഐ ഹാവ് ടു സേ ദിസ്. നെജു ഇൻട്രൊഡ്യൂസ് ചെയ്യും നെജുയുടെ ഫ്രണ്ടിനെ. ഇദ്ദേഹമാണ് നെജുവിനെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. സഫാരി TVയിലെ പ്രൊഡ്യൂസറാണ്. ആൻഡ് യാ, ഇന്ന് രാവിലെ 8 മണി എല്ലായിടത്തും അല്ല, ഇന്ന് മുതൽ ഇന്ന് രാവിലെ 8 മണി തൊട്ട് ഇപ്പൊ എത്ര മണിയായി? ലൈവ് 9 മണി. ആ 9 മണി വരെ എറണാകുളം തൊട്ട് തൃശ്ശൂർ വരെ എന്നെ ഒറ്റ ഒരാളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹമാണ്. അപ്പൊ ഗുഡ് നൈറ്റ്. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയൂ. അദ്ദേഹം തന്നെ പറയൂ. സുഭാഷ്. ഓക്കെ, സുഭാഷ്. അപ്പൊ ഗുഡ് നൈറ്റ് സബാഷ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ.